സമസ്ത ജനറൽ സെക്രട്ടറിയും കാസർകോട് സംയുക്ത മുസ്ലിം ജമാഅത്ത് കാസിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അവസാന ദൃശ്യങ്ങൾക്കായി വീഡിയോ അവസാനം വരെ കാണുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ 75 ജൂലൈ 23 വ്യാഴാഴ്ച അന്തരിച്ചു. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. 2013 മുതൽ കാസർകോട് ജില്ലാ സംയുക്ത മുസ്ലിം ജമാഅത്ത് കാസിയായും 2003 മുതൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചുവരികയായിരുന്നു. ജനനവും വിദ്യാഭ്യാസവും മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് കുന്നത്ത് മൂസ ഹാജിയുടെയും മാടമ്പി ഇയാത്തുടിയുടെയും മകനായി 1945 ജനനം. പ്രാഥമിക മതപഠനം പിതാമഹനായിരുന്ന കുന്നത്ത് അലി ഹാജിയുടെ ഓത്തുപുരിയിലും ഭൗതിക വിദ്യാഭ്യാസം തിരൂർക്കാട് മാപ്പിള സ്കൂളിലുമായിരുന്നു. 7-ാം വയസ്സിൽ ഇരുമ്പുഴി തെക്കുമുറിയിൽ ദർസ് പഠനം ആരംഭിച്ചു. പള്ളികളിലെ സേവനവും അധ്യാപനവും. 16-ാം വയസ്സിൽ തിരൂർക്കാട് മഹല്ല് പള്ളി കത്തയിബായും 20-ാം വയസ്സിൽ മഹല്ല് കാസിയായും നിയമിക്കപ്പെട്ട് ചെറുപ്പത്തിലെ നേതൃപാടവം തെളിയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത്. 1968 മീനാർക്കുഴി ദർസിലാണ് അധ്യാപന രംഗത്ത് ആദ്യ സേവനം ആരംഭിച്ചത്. 1978 ചെമ്മങ്കടവ് ദർസിലേക്ക് മാറിയെങ്കിലും 1979 പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഷംസുൽ ഉലമയുടെ ഒഴിവിലേക്ക് അധ്യാപകനായും പിന്നീട് 2003 മുതൽ അവിടെ പ്രിൻസിപ്പലായും നിയമിതനാവുകയായിരുന്നു. 1970 സമസ്ത പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറിയായും 1976 മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1978 മുതൽ ജാമിഅ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓസ്ഫോജന യുടെ ജനറൽ സെക്രട്ടറിയാണ്. 1986 സമസ്ത മുഷാവറ അംഗമായി. SYS ജനറൽ സെക്രട്ടറിയായി 1992 മുതൽ 2016 വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 സമസ്ത ജോയിന്റ് സെക്രട്ടറിയായും 2009 മുതൽ വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. 2004 മുതൽ സംസ്ഥാന മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇതിനുപുറമെ തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിക് വിദ്യാഭ്യാസ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ്, പൊന്നാനി മൗറത്തുൽ ഇസ്ലാം അറബിക് കോളേജ് പ്രസിഡന്റ്, വടകര ഹുജ്ദുൽ ഇസ്ലാം ഇസ്ലാമിക് കോംപ്ലക്സ് എന്നിവയുടെ മുഖ്യഭാരവാഹിത്വവും അദ്ദേഹം വഹിച്ചിരുന്നു. ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്ന അദ്ദേഹം 2006 മുതൽ 2009 വരെ ഇന്ത്യ ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു. മന്ത്രിയല്ലാത്ത ഒരാൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പദവിയിൽ ആദ്യമായി എത്തിയത് അദ്ദേഹമായിരുന്നു. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ദേശീയ സമിതിയംഗം, മുസ്ലിം വേൾഡ് ലീഗിലെ ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. 1978 ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ ഇഫ്രോ സിലബസ് രൂപീകരണ കമ്മിറ്റിയിലും അംഗമായിരുന്നു. 2008 ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിൽ ശിഹാബ് തങ്ങളുടെ പകരക്കാരനായി അദ്ദേഹം പങ്കെടുത്തു. 2011 ലിബിയയിൽ നടന്ന അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിലും 2012 മൊറോക്കോയിലും തുടർന്ന് സെനഗലിലും നടന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം തസവുഫ് സംബന്ധമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2014 മുതൽ സുപ്രഭാതം ദിനപത്രത്തിന്റെ ചെയർമാനാണ് അദ്ദേഹം. സുന്നി അഫ്കാർ വാരിക, അൽ മുഅല്ലിം മാസിക, അന്നൂർ അറബി മാസിക എന്നിവയുടെയും തിരൂർക്കാട് നിന്നും പുറത്തിറങ്ങുന്ന മുസ്ലിം ലോകം ഇയർ ബുക്കിന്റെയും ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചു. കൂടാതെ കേരള മുസ്ലിം ഡാറ്റാബാങ്ക് വെബ് പോർട്ടൽ ചീഫ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചു. ആഗോള തലത്തിൽ ഇസ്ലാമിക മുന്നേറ്റം, പുണ്യഭൂമിയിലേക്ക് എന്നിവക്കു പുറമെ ഹജ്ജിനെക്കുറിച്ചുള്ള 3 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ വാട്സാപ്പ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അദ്ദേഹത്തിന്റെ കുടുംബത്തിനായുള്ള പ്രാർത്ഥനകളും അനുശോചനങ്ങളും ദയവായി താഴെയുള്ള കമന്റുകളിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.